നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്നത് നമ്മുടെ പുതിയ മാർപ്പാപ്പായെ ഇലക്ട് ചെയ്യുകയുണ്ടായി. മെയ് മാസം 8-ാം തീയതി. നമുക്കറിയാം, അമേരിക്കയുടെ കർദിനാളായിരുന്ന റോബർട്ട് ഫ്രാൻസിസ് അദ്ദേഹം മാർപ്പാപ്പയായിട്ട് നിയമിതനായി. വലിയ ആഹ്ലാദത്തോടെയാണ് ആ ഒരു കാര്യം ലോകം സ്വീകരിച്ചത്. 267-ാമത്തെ മാർപ്പാപ്പയായിട്ട് അദ്ദേഹം നിയമിതനായി. നമുക്കറിയാം, സാധാരണ ആ ഒരു കോൺക്ലേവ് കൂടി അതിൻ്റെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കാറുള്ളതാണ് ആ ചിമ്മിനി, പുക വരുന്ന ചിമ്മിനി. ഇനി അതിൽ നിന്ന് കറുത്ത പുകയാണ് വരുന്നത് എങ്കിൽ തീരുമാനത്തിലെത്തിയിട്ടില്ല. വെളുത്ത പുകയാണ് വരുന്നത് എങ്കിൽ തീരുമാനത്തിൽ എത്തി, ഒരു പുതിയ പരിശുദ്ധ പിതാവ് നിയമിതനായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ആ വെളുത്ത പുക കാണുക. ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്കിഷ്ടം കറുത്ത പുകയോ അതോ വെളുത്ത പുകയോ? അതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വിഷയമാണ്, നമ്മൾ സാധാരണ ഇഷ്ടപ്പെടാറുള്ളത് കറുത്ത പട്ടിക്കുട്ടിയോ അതോ വെളുത്ത പട്ടിക്കുട്ടിയോ? ഇനി ഈ പട്ടിക്കുട്ടി സൂചിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയുമാണ്. ആ രീതിയിലെടുത്താൽ ഒരു വലിയ പാഠം നമുക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഞങ്ങളുടെ ഒരു വൈദികൻ കൂടെ എടുത്തു പറയാറുള്ള ഒരു കാര്യമാണ്, അദ്ദേഹം ഉപമിക്കാറുള്ള ഒരു കാര്യമാണ്, നാം എല്ലാവരിലും ഒരു കറുത്ത പട്ടിക്കുട്ടിയും വെളുത്ത പട്ടിക്കുട്ടിയുമുണ്ട്. നമ്മളിതിൽ ഏതിനെ ഫീഡ് ചെയ്യുന്നോ, പരിപോഷിപ്പിക്കുന്നോ, ഭക്ഷണം കൊടുക്കുന്നോ, അത് കൊഴുത്തുമെഴുത്ത് വരും. രണ്ടിനെയും ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടും കൊഴുത്തുമെഴുക്കും. ഇനി അതിലേതെങ്കിലും ഒന്നിനെ ഉള്ളെങ്കിൽ ആ ഒരു പട്ടിക്കുട്ടി കൊഴുത്ത് മെഴുത്ത് വരും, മറ്റേത് മെലിഞ്ഞിരിക്കും. അദ്ദേഹം പറയുന്നത് കറുത്ത പട്ടിക്കുട്ടി ശരീരത്തെ സൂചിപ്പിക്കുന്നതും വെളുത്ത പട്ടിക്കുട്ടി ആത്മാവിനെ സൂചിപ്പിക്കുന്നതുമാണ്. നമുക്ക് ഇതിലേതിനെ വേണേലും പരിപോഷിപ്പിക്കാം. നിയമാവർത്തനം 30-ാം അധ്യായം 15-ാമത്തെ വചനം, ഇതാ നിൻ്റെ മുമ്പിൽ നന്മയും തിന്മയും ഞാൻ വെച്ചിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നമുക്ക് ശരീരത്തിൻ്റെ സുഖം തിരഞ്ഞെടുത്ത് വേണമെങ്കിൽ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാം. വേണമെങ്കിൽ നമുക്ക് ആത്മാവിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ആത്മാവിന് ഭക്ഷണം കൊടുത്ത് ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ സാധിക്കും. ഇത് രണ്ടിനും നമ്മുടെ മുമ്പിൽ സാധ്യതയുണ്ട്. നമ്മൾ കണ്ടല്ലോ, കറുത്ത പുക വന്നപ്പോഴെല്ലാം സങ്കടമായിരുന്നു, അല്ലെങ്കിൽ സന്തോഷക്കുറവ് ജനങ്ങളിലുണ്ടായി. വെളുത്ത പുക കണ്ടത് ആഹ്ലാദത്തിമിർപ്പ്, അതാണ് മീഡിയ വഴിയെല്ലാം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം. അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളെല്ലാവരും വലിയ രീതിയിൽ ആഹ്ലാദിക്കുന്നത് കാണുകയുണ്ടായി ആ വെളുത്ത പുക വന്നതിലൂടെ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നന്മ വരുവാൻ, നേട്ടമുണ്ടാകുവാൻ, ആഹ്ലാദത്തിമിർപ്പുണ്ടാകുവാൻ നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഏതാനും ചില കാര്യങ്ങളെയാണ് വചന വെളിച്ചത്തിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ശരീരമുള്ളത് കൊണ്ട് ആ ശരീരത്തിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പ്രവണത നമുക്കുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ലഭ്യമാക്കുന്നവരാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരാണ്. ഞങ്ങളുടെ ഒരു വൈദികൻ സൂചിപ്പിച്ചൊരു കാര്യം, എനിക്ക് വിശന്ന് കഴിഞ്ഞാൽ ഞാൻ എത്രയും വേഗം എവിടെ നിന്നാണേലും ഭക്ഷണം ചോദിച്ച് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും, അതിന് ഞാൻ തയ്യാറാകും. എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത്, എനിക്ക് വിശപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ കണ്ണിൽ ഇരുട്ട് കയറും പോലെയാണ്, പിന്നെ എൻ്റെ സ്വഭാവത്തിന് തന്നെ മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കാറുമുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് വേറെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മേഖലകളുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതിൽ രണ്ടാമത്തെ കാര്യമാണ് മനസ്സ്. ശരീരത്തിന് ഭക്ഷണം കിട്ടുന്നത് പോലെ മനസ്സിന് വിവേകമുണ്ടാകണം. 1 രാജാക്കന്മാർ 3-ാം അധ്യായം, അവിടെ സോളമൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അവൻ വിവേകപൂർവ്വം പെരുമാറിയ ഒരു രംഗം, വിവേകപൂർവ്വം പെരുമാറുന്നത് കണ്ട് ജനങ്ങൾക്കെല്ലാം അവനോട് ഭയങ്കരമായ ബഹുമാനമുണ്ടായി എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മനസ്സുണ്ട്, ആ മനസ്സിന് വിവേകം നമ്മൾ സമ്പാദിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ വചനത്തിൽ ഓർമ്മിപ്പിക്കാൻ. മൂന്നാമത്തേതാണ് ഹൃദയം. ഹൃദയത്തിന് വേണ്ടത് ജ്ഞാനം. ഒരു നാണയത്തിൻ്റെ 2 സൈഡ് പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 2 കാര്യങ്ങളാണ് ജ്ഞാനവും വിവേകവും. സോളമൻ ആവശ്യപ്പെട്ട ഒരു കാര്യം, 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ, നിനക്ക് എന്ത് വേണം എന്ന് ദൈവം ചോദിച്ചപ്പോൾ, നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൻ ആവശ്യപ്പെട്ട 2 കാര്യങ്ങളാണ് ജ്ഞാനവും വിവേകവും. സുഭാഷിതങ്ങൾ 23-15-ാമത്തെ വചനത്തിലാണ് നമ്മൾ കാണുക, നിൻ്റെ ഹൃദയം ജ്ഞാനമുള്ളതാണെങ്കിൽ ആ ഹൃദയം കാണുമ്പോൾ ദൈവം ആനന്ദിക്കും. ദൈവത്തിന് ഒരുപാട് അഭിമാനം തോന്നുന്നത്, ആനന്ദം തോന്നുന്നത് നമ്മുടെ ധർമ്മകാന്തിയിലല്ല, ജ്ഞാനമുള്ള ഹൃദയം. അപ്പോൾ അതുകൊണ്ട് ഇത് സമ്പാദിക്കാനുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുത്താലും മനസ്സിന് വിവേകമില്ലെങ്കിൽ, ഹൃദയത്തിന് ജ്ഞാനമില്ലെങ്കിൽ
നമ്മൾ യഥാർത്ഥ ദൈവമക്കളായി മാറില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ ജീവിക്കേണ്ടത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിൻ്റെ കാര്യം മാത്രം നമ്മൾ നോക്കിപ്പോയാൽ പോരാ, അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്ക് വലുത് ശരീരമാണോ അതോ ആത്മാവാണോ? സാധാരണ നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മൾ വെളിപ്പെടുത്താറുള്ളത് നമുക്ക് വലുത് ശരീരമാണോ ആത്മാവാണോ? നമ്മുടെ ശരീരത്തെ നമ്മൾ പുഷ്ടിപ്പെടുത്താൻ, ടേക്ക് കെയർ ചെയ്യാനായിട്ട് നോക്കുന്ന അത്രയും പ്രയത്നം നമ്മുടെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ നടത്താറുണ്ടോ? ശരീരം ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ മണ്ണോട് മണ്ണായി തീരേണ്ടതാണ്. ആത്മാവ് അതിൻ്റെ ദാതാവിൻ്റെ പക്കലേക്ക് തിരികെ പോകേണ്ടതാണ്. ആ ആത്മാവിനാണോ നാം കൂടുതൽ വില കൽപ്പിക്കുന്നത്, അതോ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നുവോ എന്നുള്ളത് നാം തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുകയുണ്ടായി, മനുഷ്യന് ദൈവവചനവും ആവശ്യമാണ്. ശരീരത്തിന് ഭക്ഷണം കിട്ടുന്നത് പോലെ നമ്മുടെ ആത്മാവിന് ദൈവവചനം ഒരു പരിപോഷണമായിട്ട് മാറണം. റോമാലേഖനം 8-ാം അധ്യായം 4-13 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, വേണമെങ്കിൽ നമുക്ക് ജഡികരായി ജീവിക്കാം, വേണമെങ്കിൽ നമുക്ക് ആത്മീയരായി ജീവിക്കാം. സാധാരണ നമ്മുടെ പ്രയത്നം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ജഡിക ജീവിതത്തിലാണോ ആത്മീയ ജീവിതത്തിലാണോ? റോമാ 8:13 വായിച്ചാൽ, ജഡികരായി ജീവിച്ചാൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ഈ പ്രവണതകളെ ആത്മാവിനാൽ നിഹരിക്കുന്നവർക്ക് നിത്യം ജീവിക്കാൻ സാധിക്കും. അതിന് ആത്മാവിന് പ്രാധാന്യം കൽപ്പിക്കുന്നവരായിട്ട് ജീവിതത്തിൽ നമ്മൾ മാറണം. ഗലാത്യർ 5:16 പറഞ്ഞിട്ടുണ്ട്, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്, കാരണം അവ ആത്മാവിന് എതിരാണ്. മറ്റൊരു കാര്യം അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവമക്കളായി നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളായിരിക്കണം. അന്ധകാരത്തിൻ്റെ മക്കളാകാതെ, അന്ധകാര പ്രവൃത്തികൾക്ക് അടിമപ്പെടാതെ പ്രകാശത്തിൻ്റെ മക്കളായി നമ്മൾ ജീവിക്കണം. റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം, അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങളെ പരിത്യജിക്കുക, പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുക. ലൂക്കാ 11:36 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ശരീരം മുഴുവൻ പ്രകാശത്തിലായിരിക്കണം. ആ വെളുത്ത പുക കാണാൻ ആഗ്രഹിച്ച നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ള് വെളുത്തതായിരിക്കുവാനും നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളായിരിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. അന്ധകാര പ്രവൃത്തികളുടെ അടിമത്തത്തിൽ കഴിയുന്നവർക്ക് ഒരു മാനസാന്തരം ഉണ്ടാകാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ, അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.